ഇന്ത്യയിലാണെങ്കിൽ എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുന്നത് ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ? ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലുള്ള ബാങ്കുകളെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും അവരൊരു സെൻട്രൽ ബാങ്കുകൾ ഉണ്ടാവും. ഓക്കെ ആണോ? അപ്പൊ ഓരോ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ ഉള്ളിൽ മാത്രമല്ലല്ലോ ട്രേഡ് നടക്കുന്നത്, പല രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കുന്നുണ്ട്. പല രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കാന്ന് പറയുമ്പോൾ ഗ്ലോബൽ എക്കണോമിയുടെ ഗ്രോത്ത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതേപോലെ ഗ്ലോബൽ മണി സപ്ലൈ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, US ഡോളറിലാണ് പല രാജ്യങ്ങളും അവർ ട്രേഡ് നടത്തുന്നത്. ഇപ്പൊ ഡോളർ എന്ന് പറയുന്ന ഒരു കറൻസിക്ക് ഭയങ്കര ഷോർട്ടേജ് വന്ന് എന്താ സംഭവിക്കുക? പല രാജ്യങ്ങൾക്കും ട്രേഡ് നടത്തുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാൻ ഡോളറിന്റെ എന്തുണ്ടാവും? ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ സപ്ലൈ ഡിക്രീസ് ചെയ്യും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്ത് സ്റ്റെബിലൈസ് ചെയ്യാൻ, അതേപോലെ ഗ്ലോബലി എക്കണോമിക് പോളിസീസ് കോർഡിനേറ്റ് ചെയ്യാൻ, ഇത്തരം ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? എല്ലാ രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു ആശയം മുന്നോട്ടേക്ക് കൊണ്ടുവരാണ്. ആ ആശയം എന്ന് പറയുന്നതാണ് ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്, BIS, ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്, വിച്ച് ഈസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ എ സിറ്റി ഇൻ സ്വിറ്റ്സർലൻഡ് വിച്ച് ഈസ് കോൾഡ് ബേസൽ. ഈ ബേസൽ തെറ്റിപ്പോരുത് കേട്ടോ. നിങ്ങൾ എൻവയോൺമെന്റിലും ഈ ബേസൽ എന്ന വാക്ക് കാണും. ബേസൽ എന്ന് പറയുന്ന വാക്ക് എൻവയോൺമെന്റിൽ കാണും. എവിടെ? ബേസൽ കൺവെൻഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റെഡ്യൂസിങ് ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ് ഓഫ് ഹസാർഡസ് ഒബ്ജക്റ്റ്. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് ഹസാർഡസ് ഒബ്ജക്റ്റ് കൊണ്ടുപോകുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എൻവയോൺമെന്റൽ ട്രീറ്റി വിളിക്കുന്ന പേരാണ് ബേസൽ ട്രീറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ട്രീറ്റി എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുക. എന്താണ്? ബേസൽ നോംസ് എന്ന വാക്കാണ്. അപ്പൊ ഇത് രണ്ടും തെറ്റിപ്പോരുതട്ടെ. ABCD ഓപ്ഷനിൽ വാട്ട് ഈസ് ദി കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് യു ഹേർഡ് ബേസൽ നോംസ്? ചിലപ്പോൾ അതിൽ ഓപ്ഷൻ A എന്തുണ്ടായിരിക്കും? ഇറ്റ് ഈസ് എൻ ട്രീറ്റി വിച്ച് ഡിസ്കറേജ് ദി ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ് ഓഫ് ഹസാർഡസ് ഒബ്ജക്ട്. അത് കണ്ടപ്പോഴേ നമ്മൾ ഉറപ്പിച്ചു A ആണ് ഉത്തരം. ചിലപ്പോൾ ബിയിലായിരിക്കും എന്ത് കിടക്കുന്നുണ്ടാവുക? ബേസൽ നോം എന്താന്നുണ്ടാവുക. അപ്പൊ എപ്പോഴും ഓപ്ഷനിലൂടെ പോകണം, തെറ്റിക്കരുത് കേട്ടോ. ബേസൽ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ഒരു സിറ്റിയാണ്. ആ സിറ്റിയിൽ ഒരു എന്താണുണ്ട്? പല രാജ്യങ്ങളുടെ, ഇന്ത്യയിലാണെങ്കിൽ RBI, US-ലാണെങ്കിൽ US ഫെഡറൽ, യൂറോപ്യൻ യൂണിയൻ ബാങ്ക്, ചൈനയുടെ സെൻട്രൽ ബാങ്ക്, ജപ്പാന്റെ സെൻട്രൽ ബാങ്ക്, ഈ സെൻട്രൽ ബാങ്ക് എല്ലാവരും തമ്മിൽ ഒരു അസോസിയേഷൻ ഫോം ചെയ്തു, BIS. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്? ടു ക്രിയേറ്റ് കോപ്പറേഷൻ ആൻഡ് ക്രിയേറ്റിംഗ് എ കോമൺ ഗോൾ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് കോമൺ സ്റ്റാൻഡേർഡ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ. ലോകം മുഴുവനുള്ള ബാങ്കുകളൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? ഫങ്ഷൻ ചെയ്യണം. അതുപോലെ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ പൈസ സെക്യൂർ ആക്കണം. ഇതിനു വേണ്ടി നമുക്ക് എന്തെല്ലാം പുതിയ പുതിയ ടൂൾസ്, ടെക്നിക്സ്, ഐഡിയോളജീസ് ഒക്കെയാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അത്തരം കാര്യങ്ങൾ ഡെലിബറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് ആരാണ്? BIS ആണ്. ഓക്കെ ആണല്ലോ? ഈ BIS അല്ലെങ്കിൽ ബേസൽ നോംസ് പ്രധാനമായും 3 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 3 മീറ്റിങ്ങുകളായിട്ടാണ് ഉള്ളത്. ബേസൽ 1, ബേസൽ 2, ബേസൽ 3. ഓരോന്നും നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് വായിച്ചാൽ മതി നിങ്ങൾ പിന്നീട്. ഇതിൽ പറയുന്നത് എന്താ? ബാങ്കിന് സഫീഷ്യന്റ് ആയിട്ട് എന്ത് വേണം? ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ ഉണ്ടെങ്കിലാണ് എന്തുണ്ടാവുക? ബാങ്കിന് എന്തെങ്കിലും ലോസ് വരുമ്പോൾ മേക്കപ്പ് ചെയ്യാൻ പറ്റാമെന്നാണ് പറയുന്നത്. ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. അഡീഷണൽ പോയിന്റ് ഇത് നമുക്കൊന്ന് നോക്കാം. At present, there are 3 important meetings or conventions are convened under Basel norm. First one, Basel I norm, 1988. അതിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ബാങ്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലോൺ കൊടുക്കുന്നുണ്ട് അല്ലെ? ലോൺ കൊടുക്കുമ്പോൾ NPA ആവുന്നുണ്ടെങ്കിൽ ആ NPAയുടെ കാരണങ്ങളിൽ ഒരു പ്രധാന കാരണമാണ് എന്ത്? ക്രെഡിറ്റ് റിസ്ക്. ഈ ഓരോന്നും ഞാൻ പിന്നീട് അല്ലെങ്കിൽ കൈയോടെ തന്നെ പറയാം. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ കൊടുക്കുന്ന ആള് തിരിച്ചടയ്ക്കാതിരിക്കുന്ന സിറ്റുവേഷനാണ് ക്രെഡിറ്റ് റിസ്ക്. രണ്ടാമത്തെ റിസ്ക് ഓപ്പറേഷണൽ റിസ്ക്. ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിന്റെ ഇന്റേണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഗവേണൻസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷണൽ റിസ്ക്. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു ബാങ്കിന് ഒരു MD അല്ലെങ്കിൽ ചെയർമാൻ ഉണ്ട്. പുള്ളി എന്ത് ചെയ്യാണ്? കുറച്ച് പൈസ ബ്രൈബ് മേടിച്ചിട്ട് ഒരു കമ്പനി, ആ കമ്പനിയുടെ പ്രൊപ്പോസൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ
പ്രൊപ്പോസൽ മുഖേന ആ കമ്പനി രക്ഷപ്പെടാനൊന്നും പോണില്ല. പുള്ളി കുറച്ച് പൈസ കറപ്ഷനിലൂടെ ബ്രൈബറി വാങ്ങി ആ ലോൺ അപ്രൂവ് ചെയ്ത് കൊടുക്കാണ്. എന്താ സംഭവിക്കുക? ഒബ്വിയസ്ലി ആ കമ്പനിയുടെ പ്രൊജക്ട് എന്താവില്ല, സക്സസ്ഫുൾ ആവില്ല. അത് എന്തായിട്ട് മാറും? NP ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയാം. ഒരു ബാങ്കിന്റെ ഇന്റേണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഗവേണൻസ് മുഖേന ഉണ്ടാവുന്ന NPനെ ഓപ്പറേഷണൽ റിസ്ക്. ഇനി അതുപോലെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പ്രശ്നം ഉണ്ടാവാലോ. കമ്പനി പ്രോപ്പറായിട്ട് നേരത്തിന് പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് റിസ്ക്. ഇതിന് പുറമെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, COVID-19 പോലെയുള്ളത്. COVID-19 എന്ന് പറയുന്നത് ബാങ്കിന്റെ പ്രശ്നമാണോ? അല്ല. അതേപോലെ തന്നെ ലോൺ എടുത്തിട്ടുള്ള കമ്പനിയുടെ പ്രശ്നമാണോ? ഇതൊന്നുമല്ലാത്ത മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ്, COVID-19, റഷ്യ-ഉക്രൈൻ വാർ, ഇസ്രായേൽ പാലസ്തീൻ വാർ, ഇതേപോലെ മാർക്കറ്റിൽ നമ്മൾ അൺആന്റിസിപ്പേറ്റഡ് ആയിട്ട് നടക്കുന്ന റിസ്കുകളെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയാം. അപ്പൊ 3 തരം റിസ്ക് ആണ് NPയെ ക്രിയേറ്റ് ചെയ്യാൻ കാരണം. ഏതൊക്കെയാണ്? ക്രെഡിറ്റ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, മാർക്കറ്റ് റിസ്ക്. ബേസൽ 1 ഫോക്കസ് ചെയ്തത് ഏത് തരം റിസ്കിനെ കുറിച്ചാണ്? ക്രെഡിറ്റ് റിസ്കിനെ കുറിച്ചാണ്. ഹൗ വി ക്യാൻ അഡ്രസ് ദി പ്രോബ്ലം ഓഫ് ക്രെഡിറ്റ് റിസ്ക്. ഈ ക്രെഡിറ്റ് റിസ്ക് അഡ്രസ് ചെയ്യാൻ ബേസൽ 2 ഫോക്കസ് ചെയ്തിട്ടുള്ളത് മേജർലി ക്രെഡിറ്റ് റിസ്കിന് തന്നെയാണ്. ഈ ക്രെഡിറ്റ് റിസ്കിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആദ്യത്തെ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ CAR എന്ന് പറയുന്ന ഒരു ആശയം പഠിച്ചു അല്ലെ? ക്യാപിറ്റൽ ആഡ്വക്കസി റേഷ്യോ. എത്രയാക്കി കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്? റിസ്ക് വെയ്ഡ് അസറ്റിന്റെ 8% ക്യാപിറ്റൽ ആഡ്വക്കസി റേഷ്യോ വേണമെന്ന്. ഫോർമുല എന്ന് എഴുതാലോ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ. CAR = ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്ഡ് അസറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്ഡ് അസറ്റ് എത്രയാണോ അതിന്റെ 8% ക്യാപിറ്റൽ ബാങ്ക് എന്ത് കൊടുക്കാൻ പാടില്ല? ലോണ് കൊടുക്കാൻ പാടില്ല. അവരുടെ കയ്യിൽ എന്തായിട്ട് കീപ്പ് ചെയ്യണം? ലിക്വിഡ് അസറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഇതൊക്കെ എന്തിനു പുറമെയാന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഈ പറയുന്ന ടേമിന് പുറമെയാണ് എന്തൊക്കെയുള്ളത്? SLR, CRR, ഈ പരിപാടികളൊക്കെ ഓൾറെഡി ഉണ്ട്. അതിന് പുറമെ എന്തുണ്ട്? DICGCയിലേക്ക് എന്തടയ്ക്കുന്നുണ്ട്? ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ റെസ്ട്രിക്ഷനും പുറമെ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ CAR എന്ന് പറയുന്നത്. എത്ര കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്? 8%. 8% എന്ന് പറഞ്ഞ അതിനർത്ഥം എന്താ? നിങ്ങള് 100 രൂപയാണ് നിങ്ങളുടെ ബാങ്കിന്റെ NPA എങ്കിൽ യു ഹാവ് ടു കീപ്പ് 8 rupees വിത്ത് യു. യു ഷുഡ് നോട്ട് സ്പെൻഡ് ദിസ് 8 rupees ഓൺ ലോൺ. 8 രൂപ നിങ്ങൾ ലോൺ കൊടുക്കാൻ പാടില്ല. അത് എന്തിനാ നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളത്? ഈ 100 രൂപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരെങ്കിലും ഡെപ്പോസിറ്റ് വന്ന് ചോദിച്ച് എടുത്തു കൊടുക്കാനാണ് ഈ 8 രൂപ. ഈ 8 രൂപേനെ വിളിക്കുന്ന പേരാണ് എന്ത്? CAR, ക്യാപിറ്റൽ ആഡ്വക്കസി റേഷ്യോ. കറക്റ്റ് ആണോ? അപ്പൊ ബേസൽ നോമിൽ പറയുന്നത് 8% ആണെങ്കിലും ഇന്ത്യയിൽ RBI പറഞ്ഞത് എത്ര കീപ്പ് ചെയ്യണം എന്നാണ്? കുറച്ചും കൂടി. CAR കൂട്ടി വെച്ച് എന്താ മക്കളെ അഡ്വാൻറ്റേജ്? CAR കൂട്ടി വെച്ചതിന് എന്താണ് അഡ്വാൻറ്റേജ്? പണ്ട് 100 രൂപ പോയ 8 രൂപയാണ് അവർ മാറ്റി വെച്ചുള്ളൂ. 10 രൂപ മാറ്റി വെച്ചാൽ എന്താ ഗുണം? കൂടുതൽ കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ വന്ന അവർക്കൊക്കെ കൊടുക്കാൻ പറ്റും. ദാറ്റ് വിൽ ഇംപ്രൂവ് ദി ഫൈനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ബാങ്ക് അല്ലെ? ഇപ്പൊ ബേസിൽ അവർ റെക്കമെൻഡ് ചെയ്ത 8% ആണെങ്കിലും RBI യൂഷ്വലി 10 to 12% ഒക്കെയാണ് പറയാറ് കേട്ടോ. ഓക്കെ അല്ലേ? സൂപ്പർവൈസറി റിവ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ബാങ്കിന്റെ മാനേജ്മെന്റ് ടെക്നിക്ക് ഇംപ്രൂവ് ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനില്ല. എന്താണ് ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ റെഡ്യൂസ് ചെയ്യണം. മാർക്കറ്റ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യരുത്? എവർ ഗ്രീനിങ് ഓഫ് ലോൺ. പുതിയൊരു വാക്ക് ഞാൻ പറഞ്ഞില്ല, എന്താണ് എവർ ഗ്രീനിങ് ഓഫ് ലോൺ? ബാങ്കുകൾ എന്ത് ചെയ്യരുത്? എവർ ഗ്രീനിങ് ഓഫ് ലോൺ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യരുത്. എന്താണ് എവർ ഗ്രീനിങ് ഓഫ് ലോൺ? ഓൾറെഡി ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഈ പേരിട്ടില്ല എന്നുള്ളൂ. നീരവ് മോദിക്ക് 3000 കോടി കൊടുത്തു അല്ലെ? നീരവ് മോദിക്ക് 3000 കോടി കൊടുത്തു. ഓരോ മാസം പുള്ളി 10 കോടി വെച്ച് തിരിച്ചടയ്ക്കണം എന്ന് വിചാരിക്കുക. പുള്ളിക്ക് അടയ്ക്കാൻ പൈസ ഇല്ല. ബാങ്ക് എന്ത് ചെയ്യും? ഓരോ മാസം പുതിയ ലോൺ നീരവ് മോദിക്ക് കൊടുക്കുക. എത്ര? 10 കോടി. ഇയാള് ഈ 10 കോടി ഓരോ ലോണും വെച്ച് എന്തടയ്ക്കും? ആ 3000 കോടിയിലേക്ക് പേയ്മെന്റ് അടച്ചുകൊണ്ടിരിക്കും. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ ചെയ്യാനുള്ള കാരണം?
ഇത്രയും 3000 കോടി NPA എന്ന് ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ കാണില്ല. ബാങ്ക് ക്ലീൻ ആണ്. നീരവ് മോദിക്ക് എന്താണ് അഡ്വാൻറ്റേജ്? ഇയാൾക്ക് പേയ്മെന്റ് ഒന്നും അടയ്ക്കാണ്ട് ബാങ്കിന്റെ ലോൺ വെച്ചിട്ട് തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി NPA ആയിട്ടുള്ളതിനെ NPA ആക്കാതെ അവര് എവർഗ്രീൻ ചെയ്ത് കൊണ്ടുപോകുക. എവർഗ്രീൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ലോണിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ചെയ്യരുത്. എന്താ? NPA ആയിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബാങ്ക് ഡിസ്ക്ലോസ് ചെയ്യണം. പബ്ലിക് ഡിസ്ക്ലോഷർ നോംസ് വുഡ് ബി അഡ്രസ്ഡ്. ഈ 3 കാര്യങ്ങളാണ് ബേസൽ 2 അക്കോർഡ് അല്ലെങ്കിൽ ബേസൽ 2 നോംസിൽ വരുന്നത്. എന്തൊക്കെയാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്? CAR 8% മെയിൻറ്റെയിൻ ചെയ്യണം. ബാങ്കിന്റെ എന്താണ് ഓപ്പറേഷണൽ റിസ്ക് ഇംപ്രൂവ് ചെയ്യാൻ നല്ല അല്ലെങ്കിൽ ബെറ്റർ മാനേജ്മെന്റ് ടെക്നിക്സ് ഉപയോഗിക്കണം. മാർക്കറ്റ് ഡിസിപ്ലിൻ, കൃത്യമായ ഇടവേളകളിൽ ബാങ്ക് അതിന്റെ അസറ്റ് ലയബിലിറ്റി കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ അല്ല? ബേസൽ 3 വന്ന വർഷം നോക്കി ഏതാണ്? 2009. 2008 എന്ത് സംഭവിച്ചിട്ടുള്ളത്? ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നതോടുകൂടി ഗ്ലോബൽ ഇക്കണോമിയിൽ സ്ലോ ഡൗൺ അല്ലെങ്കിൽ ഡിപ്രഷൻ വന്നു. പല ബാങ്കുകളും തുടർച്ചയായിട്ട് ഫെയിൽ ചെയ്യുന്നതായിട്ട് കണ്ടു. ഫെയിൽ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താ? എക്കണോമിക് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾക്കൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റില്ല. NPA ഇൻക്രീസ് ചെയ്യും. നിങ്ങളാണെങ്കിൽ എന്തുണ്ടാവും? സ്ലോ ഡൗൺ പോലെയുള്ള സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ ബാങ്ക് പൊളിയുന്ന ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് മാക്സിമം ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? പൈസ വിഡ്രോ ചെയ്ത് കയ്യിൽ ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കോമ്പൗണ്ട് ചെയ്ത് ബാങ്കിങ് സെക്ടറിന് തകർച്ച വന്നപ്പോൾ ബേസൽ 3 നോംസ് ആയിട്ട് 2009 വന്നു. സോ ഇറ്റ്സ് എ റെസ്പോൺസ് ടു ദി ഫൈനാൻഷ്യൽ ക്രൈസിസ് ഓഫ് 2008. എന്തെല്ലാം കാര്യങ്ങളാണ്? അതിപ്പോ ഡെവലപ്പിംഗ് കൺട്രിയിൽ മാത്രമല്ല കേട്ടോ, ഡെവലപ്ഡ് എക്കണോമീസിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അവരുടെ പ്രശ്നം? ഫസ്റ്റ് വൺ, അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കയ്യിലുള്ള പൈസയിലെ മാക്സിമം ലോണ് കൊടുക്കും. എന്തേലും ഒരു എമർജൻസി ഡീൽ ചെയ്യാൻ കയ്യിൽ ലിക്വിഡ് അസറ്റ് ഉണ്ടാവുമോ ബാങ്കിന്റെ കയ്യില്? ഇല്ല. ആ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. സെക്കൻഡ് സിറ്റുവേഷൻ, ഓവർ ലിവറേജിങ്. പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നമുക്ക് യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. ബാങ്ക് റൺ ചെയ്യുന്നത് നഷ്ടത്തിലായിരിക്കും. പക്ഷെ അവര് അക്കൗണ്ട് ബുക്കിൽ എന്ത് കാണിച്ചുകൊണ്ടിരിക്കും? എവർഗ്രീനിങ് ടെക്നിക്ക് ഉപയോഗിച്ച് ബാങ്ക് ലാഭത്തിലാന്ന് കാണിച്ചുകൊണ്ടിരിക്കും. ആ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ഓവർ ലിവറേജിങ്. ആൻഡ് റിലയൻസ് ഓൺ ഷോർട്ട് ടൈം ഫണ്ടിങ്. അടുത്ത ഇഷ്യൂ, ഭൂരിഭാഗം ബാങ്കുകളുടെയും ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ ഡെപ്പോസിറ്റ് ആണ്. അത് ഷോർട്ട് ടൈം ആണ്. കൂടുതൽ ബാങ്കുകൾ ഷോർട്ട് ടൈം ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? ലോങ് ടൈമിൽ നിന്ന് കൃത്യമായി ലോണിന് തിരിച്ചടവ് വന്നില്ലെങ്കിൽ ബാങ്ക് പെടും. ഈ 3 പ്രധാന പ്രശ്നങ്ങളാണ് ഏത് ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസിന്റെ സമയത്ത് ബാങ്കിങ് ഇഷ്യൂ അല്ലെങ്കിൽ ഹയർ NPAയിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് അഡ്രസ് ചെയ്യണം എന്നാണ് ഏത് നോമിൽ പറയുന്നത്? ബേസൽ 3 നോംസിൽ പറയുന്നത് കേട്ടോ. ബേസൽ 3 നോംസ് അല്ലെങ്കിൽ 2000. ഇത് ഓൾറെഡി ഞാൻ എടുത്തതല്ലേ? ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. റിസ്ക് വെയ്ഡ് അസറ്റും എടുത്തതാണ്, ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോയും ഞാൻ എടുത്തതാണ്. ഒന്ന് വായിച്ചു നോക്കൂ. ഈ CAR ബേസ് ചെയ്തിട്ട് ഒരു വർഷം ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. CAR എന്ന് ഉപയോഗിക്കും. ജസ്റ്റ് ഒന്ന് വായിക്കൂ കേട്ടോ. ഓൾറെഡി എടുത്ത ടോപ്പിക് ആണ്. ഷോർട്ട് ടൈമിന്റെ വേറൊരു എക്സാമ്പിളും കൂടി പറഞ്ഞത് ക്ലിയർ ആവും. ബാങ്കിന് ഇപ്പൊ ക്യാപിറ്റൽ വേണമെന്ന് വിചാരിക്കുക, ദേ വിൽ ഇഷ്യൂ ബോണ്ട്സ്. ലോങ് ടൈം ബോണ്ട് ഇറക്കിയ എന്താ പ്രശ്നം? ബാങ്ക് ഹാസ് ടു പേ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്. മോസ്റ്റ് ഓഫ് ദി ടൈം ദേ വിൽ ഇഷ്യൂ ഷോർട്ട് ടൈം ബോണ്ട്സ്. ഇപ്പൊ എന്തുണ്ടാവും? ഷോർട്ട് ടൈം ലോവർ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. പക്ഷെ അതിന് അതർ സൈഡും കൂടി ഉണ്ട്. ഇൻ ലോവർ ടൈം ദേ ഹാവ് ടു റീപേ ദെയർ പ്രിൻസിപ്പൽ അല്ലെ? അങ്ങനെ ഒരു ഇഷ്യൂയും കൂടി ഇല്ല. ഇവര് ഷോർട്ട് ടൈമിൽ ബോണ്ട് ഇറക്കി കാശ് വാങ്ങും. ആ കാശാണ് അവർ ലോങ് ടൈം ലോൺ കൊടുക്കുക. ഇഷ്യൂ മനസ്സിലായില്ല? അപ്പൊ എന്താ ഉണ്ടാവുക? ബോണ്ട് തിരിച്ചടയ്ക്കുന്ന സമയത്ത് ലോങ് ടൈമിൽ നിന്ന് പൈസ തിരിച്ചു കിട്ടിയില്ല, NPA ആയാലോ ദേ കനോട്ട് പേ ബാക്ക് ദി ബോണ്ട്സ് അല്ലെ? ഇതാണ് എക്സാക്ട് സിറ്റുവേഷൻ. ഒരുപാട് ഡീറ്റെയിൽസ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഷോർട്ട് ആയിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ ഈ 2 ടൈമും? പേഴ്സണൽ ലോൺസ് ആർ ഗിവൺ ഹയർ റിസ്ക് വെയിറ്റ്, അതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഹയർ റിസ്ക് ഉള്ള ആളുകൾക്ക് ഇവർ എന്ത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്? ഹയർ റിസ്ക് ഉള്ള ആളുകൾക്കാണെങ്കിൽ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. ഇപ്പൊ പേഴ്സണൽ ലോൺ മോൾക്ക് എങ്ങനെയാ തരാ?
ബേസ്ഡ് ഓൺ യുവർ സാലറി അല്ലെ. നിങ്ങളുടെ ബാങ്കിൽ കൃത്യമായിട്ട് സാലറി വരുന്നുണ്ടോ, കാര്യങ്ങളുണ്ടോ. പലപ്പോഴും പേഴ്സണൽ ലോൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കേണ്ടി വരാറില്ല, കൊളാറ്ററൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബാങ്കിലേക്ക് വരുന്ന ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഇഷ്യൂ ചെയ്യുക. കൊളാറ്ററൽ ഇല്ലെങ്കിൽ അത് ഏത് തരം ലോൺ ആയിരിക്കും, അൺസെക്യൂർഡ് ലോൺ ആയിരിക്കും. അൺസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ റിസ്ക് കൂടുതലാ, തിരിച്ചടച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, റിക്കവറി ചെയ്യാൻ അവിടെ കാര്യമായിട്ടൊന്നുമില്ലല്ലോ, ശരിയാണോ? റിക്കവർ ചെയ്യാൻ ഒന്നുമില്ല, ബാക്കിംഗ് ഇല്ല. പക്ഷെ റിക്കവറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും പേ ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ.